ഗുഡ് മോർണിംഗ്. ബേസിക് സർവേയിങ് എന്നുള്ള സബ്ജക്റ്റിലെ 4th മോഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്രോഡ്ലി നമുക്ക് ലെവലിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ലെവലിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ലെവലിംഗ്. സോ ഡയറക്റ്റ് ലെവലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീൽഡിൽ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയിട്ട് ലെവലിംഗ് സ്റ്റാഫും വെച്ച് ലെവലിംഗ് ഇൻസ്ട്രുമെന്റിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്ത് അതിനുശേഷം ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ് റീഡിങ്സ് നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു ഫീൽഡ് ബുക്കിന്റെ പേജിലേക്ക് ആ വാല്യൂസ് എഴുതിയെടുക്കും. ആ പ്രോസസ്സിനെയാണ് ബുക്കിംഗ് എന്ന് പറയുക. അതിനുശേഷം നമ്മൾ HI മെത്തേഡ് അല്ലെങ്കിൽ റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ച് റെഡ്യൂസ്ഡ് ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അരിത്തമെറ്റിക് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ ഫീൽഡിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെഷർമെന്റ്സ്, ആ ഒരു പ്രോസസ് ഓഫ് ലെവലിങ്ങിനെയാണ് ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രിസൈസ് ആണ്, അതായത് അക്യുറസി കൂടുതലുണ്ട് ഇതിന്. അത് മാത്രമല്ല, ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഡയറക്റ്റ് ലെവലിംഗ് അഗെയിൻ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ്. സിമ്പിൾ ലെവലിംഗ് ഉണ്ട്, ഡിഫറൻഷ്യൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്, ക്രോസ് സെക്ഷനിങ്, ചെക്ക് ലെവലിംഗ് ഓർ പ്രിസിഷൻ ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ്. ഇങ്ങനെ പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതല്ലാതെ ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വെച്ചിട്ട് നമ്മൾ ഓൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന വ്യത്യാസം കണ്ടുപിടിച്ച് അത് വെച്ച് നമ്മൾ റെഡ്യൂസ് ലെവൽസ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ അതുപോലെ പ്രഷർ ഡിഫറൻസ്, രണ്ട് റീജിയനിലെ അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സിൽ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ കറസ്പോണ്ടിങ് എലിവേഷൻ ഡിഫറൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന, അപ്പൊ അത്തരം രീതികളിലൊക്കെ ചെയ്യുന്ന. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അല്ലെ, ഓരോ ഓൾട്ടിറ്റ്യൂഡിലും അതിന് വ്യത്യാസം വരും. അപ്പൊ അതനുസരിച്ച് എലിവേഷൻ എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ലെവലിംഗിൽ നമ്മൾ ശരിക്കും ഒരു ഡംബി ലെവലോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ലെവലോ ഒന്നും കൊണ്ടുപോയി അതിന്റെ സഹായത്തോടെ മെഷർമെന്റ്സ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്തിട്ടല്ല, ഇൻസ്റ്റഡ് ടെമ്പറേച്ചർ ഡിഫറൻസോ പ്രഷർ ഡിഫറൻസോ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറിലുള്ള ഡിഫറൻസോ ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് എത്രയായിരിക്കും ലെവൽ ഡിഫറൻസ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ ഇൻഡയറക്റ്റ് എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്ന പോലെ തന്നെ ആ രീതിയിൽ ചെയ്യുന്ന ടൈപ്സ് ആണ് ഇൻഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറയാം. പാരാമെട്രിക് ലെവലിംഗ്, ഹിപ്സോമെട്രിക് ലെവലിംഗ്, ഇത്തരം ടൈപ്പാണ് അവിടെ വരിക. സോ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ലെവലിംഗ് ആണ് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഡയറക്റ്റ് ലെവലിംഗിൽ ആദ്യത്തെ മെത്തേഡ് സിമ്പിൾ ലെവലിംഗ്. സോ സിമ്പിൾ ലെവലിംഗ് ഇസ് ഡൺ ടു ഡിറ്റർമിൻ ദ റെഡ്യൂസ്ഡ് ലെവൽസ് ഓഫ് സ്റ്റേഷൻസ് if all the stations are visible from single setup of the instrument. ഇപ്പൊ സിമ്പിൾ എന്ന വാക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് സിംഗിൾ സെറ്റപ്പ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 പോയിന്റ്, ചിലർ അതിനെ 2 പോയിന്റ് തമ്മിലുള്ള എന്നുള്ള അർത്ഥം വരുന്ന പോലെ എഴുതാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. 2 അല്ല, 3 അല്ല, 10 പോയിന്റോ 20 പോയിന്റോ ആവാം, എത്ര സ്റ്റേഷൻസ് വേണോ അതിനകത്ത് വരാം. പക്ഷെ ഇൻസ്ട്രുമെന്റ് ആകെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ 20 പോയിന്റും കാണാൻ പറ്റുന്നുണ്ടെങ്കിലും അത് സിമ്പിൾ ലെവലിംഗ് തന്നെയാണ്. അതായത് അപ്പൊ നമുക്ക് ആ ആദ്യത്തത് ബാക്ക് സൈറ്റ് ആയിരിക്കും, 20ാമത്തത് ഫോർ സൈറ്റ് ആയിരിക്കും, ഇടയ്ക്കുള്ള 18 റീഡിങ്സും ഇന്റർമീഡിയറ്റ് സൈറ്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ റീഡിങ്സ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സിമ്പിൾ ലെവലിംഗ്. അപ്പൊ അതിന്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ all the stations are visible from single setup of the instrument. അപ്പൊ ഈ ഒരു കേസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരിടത്ത് ഇൻസ്ട്രുമെന്റ് വെച്ച് ഷിഫ്റ്റിംഗ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. ഷിഫ്റ്റിംഗ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ചേഞ്ച് പോയിന്റും വരില്ല. ഓക്കെ, അല്ലാതെ ബാക്ക് സൈറ്റ് വരും, ഇന്റർമീഡിയറ്റ് സൈറ്റ് വരും, ഫോർ സൈറ്റ് വരും. സോ ദിസ് ഇസ് ദ കോൾഡ് ആസ് സിമ്പിൾ ലെവലിംഗ്. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ലെവലിംഗ്. So differential leveling is done to determine the reduced levels of stations if all stations are not visible from single setup of the instrument. അതായത് നമ്മൾ ആദ്യം ഈ ഫിഗറിൽ കാണുന്ന പോലെ എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ബാക്ക് സൈറ്റ് എടുത്തു. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന 1 ആണ്. സോ 1.255 ആണ് അവിടുത്തെ
ബാക്ക് സൈറ്റ്. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ട്, സെക്കൻഡ് പോയിന്റ്. അപ്പോൾ അവിടേക്ക് നമ്മൾ 4 സൈറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു, ബി എന്നുള്ള സ്റ്റേഷനിൽ വെച്ചു. അവിടെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തു. എന്നിട്ട് ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ബാക്കിലേക്ക് 2ലേക്ക് നോക്കി, ഫസ്റ്റ് എടുക്കുന്നത് ബാക്ക് സൈറ്റ്. അഗെയിൻ 3 നോക്കി 4 സൈറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റ്സും വരാം. ഓക്കെ, അപ്പോൾ ബാക്ക് സൈറ്റ് വരാം, ഇന്റർമീഡിയറ്റ് സൈറ്റ് വരാം, 4 സൈറ്റ് വരാം. ഇതെല്ലാം കഴിഞ്ഞ ഉടനെ പിന്നെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് സെക്കൻഡ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. അവിടെ നിന്ന് നമുക്ക് ബാക്ക് സൈറ്റ് വരാം, ബാക്ക് സൈറ്റ് എന്തായാലും ഉണ്ട്, ഇന്റർമീഡിയറ്റ് സൈറ്റ് വരാം, 4 സൈറ്റ് ഉണ്ട്, പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചേഞ്ച് പോയിന്റ് എടുത്തെടുത്ത് നമ്മൾ പോകുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഫ്ലൈ ലെവലിംഗ്. ഫ്ലൈ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു പെർമനന്റ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു GTS ബെഞ്ച് മാർക്ക്, ഗ്രേറ്റ് ടെക്നോമെട്രിക് സർവേ ബെഞ്ച് മാർക്ക് എന്നൊക്കെ പറയുന്നത് സപ്പോസ് ഒരു പോയിന്റിലുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരെ അല്ലെങ്കിൽ 20 മീറ്റർ ദൂരെ എവിടെയെങ്കിലും ഒരു പോയിന്റ്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പോയിന്റിലായിരിക്കും നമുക്ക് വർക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ ആ 20 മീറ്റർ അല്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ ദൂരെയുള്ള പോയിന്റില് റെഡ്യൂസ് ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഏരിയയ്ക്ക് അകത്ത് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളപ്പോ നമുക്ക് ജസ്റ്റ് എന്ത് മതി, ആ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പെർമനന്റ് ബെഞ്ച് മാർക്ക്. നമ്മൾ നേരത്തെ ബെഞ്ച് മാർക്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇപ്പൊ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ട്രിവാൻഡ്രം സെൻട്രൽ എഴുതിയ ബോർഡിന്റെ താഴെ MSL മീൻ സീ ലെവൽ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി സപ്പോസ് അതിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തെ ഒരു സ്ഥലത്താണ് ഒരു കൺസ്ട്രക്ഷൻ വരുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് സപ്പോസ് തുടങ്ങുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ബാക്ക് സൈറ്റ് 4 സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ പ്രോജക്ട് സൈറ്റിനകത്തെ ആ ഫസ്റ്റ് പോയിന്റിലോട്ട് എത്തിക്കണം. അപ്പൊ അങ്ങനെ എത്തിച്ചിട്ട് നമുക്ക് ആ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ള ആ ബോർഡിന്റെ അവിടെ തൊട്ട് നമ്മുടെ പ്രോജക്ട് സൈറ്റ് 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സൈറ്റിലെ ഒരു പോയിന്റ് വരെയുള്ള അതിനിടയ്ക്കുള്ള പോയിന്റ്സിന്റെ ഒന്നും റെഡ്യൂസ് ലെവൽ നമുക്ക് വേണ്ട. നമുക്ക് എന്തുമാത്രം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി, ആ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ആ പോയിന്റിന്റെ റെഡ്യൂസ് ലെവലിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സൈറ്റിലെ പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒബ്ജക്റ്റീവ് വരുമ്പോൾ നമുക്ക് ഇടയ്ക്കുള്ള ഒരു പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ നമുക്ക് ഒരു ആവശ്യമില്ല, പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ കാണാൻ പറ്റുന്ന മാക്സിമം ദൂരെയുള്ള പോയിന്റിനെ ചേഞ്ച് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ബാക്ക് സൈറ്റ് 4 സൈറ്റ്, വീണ്ടും ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, ബാക്ക് സൈറ്റ് 4 സൈറ്റ്, അങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ സൈറ്റിനകത്തുള്ള ആ പോയിന്റിലേക്ക് എത്തുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ ഫ്ലൈ ലെവൽ. ആ വേർഡ് പറയും പോലെ തന്നെയാണ് ഫ്ലൈ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യാം, പറന്ന് ചെയ്യാന്ന് പറയാം അല്ലേ. അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് നമ്മുടെ സൈറ്റിന്റെ ഉള്ളിലേക്കുള്ള പോയിന്റിന്റെ RL കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്ക് സൈറ്റും 4 സൈറ്റും മാത്രമേ ഉള്ളൂ. റെക്കഗ്നൈസൻസ് സർവേയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണ് റെക്കഗ്നൈസൻസ് സർവേ? നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ നെസസറി ക്ലിയറിംഗ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്റ്റേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോമിനന്റ് പോയിന്റിന്റെ ബെഞ്ച് മാർക്ക് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ RL കണ്ടുപിടിച്ച് ഒരു ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ലെവലിംഗ് ആണ് ഫ്ലൈ ലെവലിംഗ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡയറക്റ്റ് ലെവലിംഗിന്റെ 3 ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ലെവലിംഗ് ആണ് പഠിക്കുന്നത്. വൺ ഇസ് സിമ്പിൾ ലെവലിംഗ്, അതായത് സിംഗിൾ സെറ്റപ്പിൽ നിന്ന് എല്ലാ പോയിന്റ്സും കാണാൻ പറ്റുന്നത്. ഡിഫറൻഷ്യൽ, എന്താണ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞത്? ചേഞ്ച് പോയിന്റ് എടുത്തെടുത്ത് പോകുന്നത്. പക്ഷെ ആ ഡിഫറൻഷ്യൽ ലെവലിംഗിനകത്ത് ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ്, 4 സൈറ്റ് ഇത്രയും ഉണ്ടാവും. പക്ഷെ ഫ്ലൈ ലെവലിംഗ് വരുമ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ആ റെക്കഗ്നൈസൻസ് സർവേ, അതായത് പെർമനന്റ് ബെഞ്ച് മാർക്കിൽ നിന്ന് നമ്മുടെ സൈറ്റിനകത്തുള്ള പോയിന്റിന്റെ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഏരിയ കവർ ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ IS ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യലും ഫ്ലൈ ലെവലിംഗും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻഷ്യൽ ലെവലിംഗിൽ IS ഉണ്ടാവാം, ഇന്റർമീഡിയറ്റ് സൈറ്റ് ഉണ്ടാവാം, പക്ഷേ ഫ്ലൈ ലെവലിംഗിൽ ഒരിക്കലും IS മോസ്റ്റ്ലി കാണില്ല. ഇറ്റ് ഇസ് ഓൺലി ബാക്ക് സൈറ്റ് 4 സൈറ്റ്, ബാക്ക് സൈറ്റ് 4 സൈറ്റ്, അങ്ങനെ എടുത്തു പോകുന്നതാണ് ഫ്ലൈ ലെവലിംഗ്. ഓക്കെ.